ബി ഖത്തറും തമ്മിലാണ്. മത്സരം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഈ മത്സരം നമുക്ക് വേണ്ടി നിയന്ത്രിക്കുന്നത് ഒന്നാമത്തെ റഫറി മിസ്റ്റർ റെജി, രണ്ടാമത്തെ റഫറി മിസ്റ്റർ സാജൻ ആൻഡ് മൂന്നാമത്തെ റഫറി മിസ്റ്റർ റോബിൻ. ബഹ്റിൻ കേരള നെറ്റ്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന GCC ചാമ്പ്യൻഷിപ്പ് നാടൻ പന്തുകളി മത്സരം പവിഴോത്സവം 2024 മൂന്നാമത് ലീഗ് മത്സരമാണ് ഇവിടെ ആരംഭിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിന്റെ മാത്രം ആത്മീയ കായിക മാമാങ്കമായ നാടൻ പന്തുകളി നെഞ്ചിലേറ്റിയ പ്രവാസി കൂട്ടായ്മ BKNBF അണിയിച്ചൊരുക്കുന്ന പൗരോത്സവം 2024 ഈ മത്സരം ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചെന്നുള്ള എല്ലാ കാണികളെയും ആദ്യവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇരു ടീമിന്റെയും റെപ്രസെന്റേറ്റീവ്സ് എത്രയും പെട്ടെന്ന് ഈ പവലിയൻ എത്തിച്ചേരേണ്ടതാണ്. ടോസ് നേടിയ ഖത്തർ ടീം KNBA ബഹ്റിൻ ടീമിനെ ആദ്യ ഒരു വിട്ടുവാനായി ക്ഷണിച്ചിരിക്കുന്നു. KNBA ബഹ്റിൻ ടീമിന് വേണ്ടി ഫസ്റ്റ് ട്രയൽ KNBA ബഹ്റിൻ ടീമിന് വേണ്ടി നിതിനാണ് ഫസ്റ്റ് ട്രയൽ വിട്ടുന്നത്. 13 നമ്പർ താരം നിതിൻ. KNBA ബഹ്റിനും KNBA ഖത്തറും തമ്മിലുള്ള വാശിയേറിയ മത്സരം ഉടൻ ആരംഭിക്കുകയാണ്. മൂന്നാമത് ലീഗ് മത്സരമാണ് ആദ്യ ദിനത്തിലെ. ബഹ്റിൻ കേരള നെറ്റ്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആദ്യ GCC ടൂർണമെന്റിലെ മൂന്നാമത് മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൽ KNBA ഖത്തർ ടീം KNBA ബഹ്റിൻ ടീമുമായി ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ ഖത്തർ ടീം ബഹ്റിൻ ടീമിനെ ആദ്യ വരെ വിട്ടുവാനായി ക്ഷണിച്ചിരിക്കുകയാണ്. ബഹ്റിൻ കേരള നെറ്റ്ബോൾ ഫെഡറേഷന്റെ പ്രഥമ GCC ടൂർണമെന്റ് പവിഴോത്സവം 2024 സെക്കൻഡ് ട്രയൽ. VV ആൻഡ്രൂസ് വലിയ വീട്ടിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും KE ഈശോ ഈരച്ചേരിൽ എവറോളിംഗ് ട്രോഫി, സെഫോറ ഇൻഫോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും ഈ മത്സര ടൂർണമെന്റിലെ വിജയികൾക്ക് നൽകുന്നതാണ്. കൂടാതെ മികച്ച പ്രതിഭകൾക്ക് വ്യക്തിഗത ട്രോഫികളും നൽകപ്പെടുന്നതാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ ആവേശത്തിന്റെ നേർക്കാഴ്ചയൊരുക്കി 14 കായിക പ്രതിഭകൾ കാൽക്കരുത്തും കൈക്കരുത്തും ആവേശത്തിന്റെ പകൽപൂർണ്ണമാകുമ്പോൾ നാടൻ പന്തുകളി ആവേശം സിരകളിൽ നിലച്ച് മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നത് കായിക പ്രേമികളെ ഏവരെയും സിഞ്ച് മൈതാനിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമത് ട്രയൽ അനന്തു. KNBA ബഹ്റിൻ ടീമിന്റെ അനന്തുവാണ് മൂന്നാമത് ട്രയൽ വിട്ടുന്നത്. ബഹ്റിൻ നെറ്റ്ബോൾ ഫെഡറേഷൻ അണിയിച്ചെടുക്കുന്ന പവിഴോത്സവം 2024 മൂന്നാമത് ലീഗ് മാച്ചാണ്. ആദ്യ ദിനത്തിലെ മൂന്നാമത് ലീഗ് മാച്ചാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KNBA ബഹ്റിനും KNBA ഖത്തറും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ ആരംഭിക്കുന്നത്. 2 ലീഗ് മത്സരങ്ങളിൽ ആദ്യ ലീഗ് മത്സരത്തിൽ വിജയി ആദ്യ മത്സരത്തിൽ BKNBA ചലഞ്ചേഴ്സ് ആയിരുന്നു. രണ്ടാമത്തെ മത്സരം KNBA UAE.
ആദ്യ കൈവെട്ടുകാരൻ സനു വെട്ടുന്നു. എണ്ണം 1. KNBA ബഹറിന് വേണ്ടി സനുവാണ് പന്ത് വെട്ടുന്നത്. ആദ്യ വരയിലെ ആദ്യ കളിക്കാരൻ എണ്ണം 1. ദയവ് കാണികൾ ആ ലൈനിൽ നിന്ന് മാറി നിൽക്കണം. ദയവ് ചെയ്ത് കാണികൾ. KNBA UAEയുടെ മികച്ച കൈവെട്ടുകാരൊരാളായ സനുവാണ് പന്ത് വെട്ടുന്നത്. എണ്ണം 1. സനു. KNBA UAEയുടെ കാലത്തെ മികച്ച കൈവെട്ടുകാരൻ 3-ാം നമ്പർ താരം സനുവാണ് പന്ത് വെട്ടുന്നത്. 1. വളരെ മനോഹരമായി വിട്ടുന്നതിനെ സൂരജ് വളരെ മനോഹരമായി ഉയർത്തിയടിച്ച പന്ത് വിനുവിന്റെ കൈകളിൽ. KNBA UAEയുടെ വിനുവാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. KNBA ബഹ്റിന്റെ വിനുവാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഉയർത്തി വിട്ടുമോ താഴ്ത്തി വിട്ടുമോ? വളരെ മനോഹരമായി ഉയർത്തി വിട്ടു പന്ത് സൂരജിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി സനുവിലൂടെ നേടിയിരിക്കുന്നു. KNBA ബഹ്റിന് വേണ്ടി സനു 1-2. മൂന്നാമത് ലീഗ് മാച്ചിലെ ആദ്യ വരയിലെ ആദ്യ എണ്ണം പറഞ്ഞിരിക്കുന്നു. KNBA ബഹ്റിന് വേണ്ടി സനു വെട്ടുന്ന എണ്ണം 1-2. മൂന്നാമത് ലീഗ് മാച്ചിലെ ആദ്യ വരയിലെ ആദ്യ കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1. ബഹ്റിൻ ടീമിന്റെ സനു. കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ കാൽപന്ത് കളിയുടെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് KNBA ബഹ്റിൻ ടീമിന് വേണ്ടി സനുവാണ് പന്ത് വെട്ടുന്നത്. എണ്ണം 1-2. ആദ്യ വരയിലെ ആദ്യ കളിക്കാരൻ അവരുടെ മികച്ച കൈവെട്ടുകാരൻ കൂടിയായ സനുവാണ് പന്ത് വെട്ടുന്നത്. എണ്ണം 1-2. സനു വളരെ മനോഹരമായി വെട്ടിവിട്ടുന്നതിനെ ഖത്തർ ടീമിന്റെ കാലടിക്കാൻ ഉയർത്തിയടിച്ച പന്ത് അങ്ങനെ സനുവിന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. സനുവിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. മിഥുന്റെ വളരെ മനോഹരമായ ഒരു കാലടിയാണ് ഈ മൈതാനം സാക്ഷ്യം വഹിച്ചത്. KNBA ബഹ്റിൻ ടീമിന് വേണ്ടി അവരുടെ ആദ്യ വരയിൽ 2-ാമത് കളിക്കാരൻ 10-ാം നമ്പർ താരം രൂപേഷാണ് പന്ത് വെട്ടുന്നത്. എണ്ണം 1-2. ആദ്യ വരയിലെ 2-ാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1-2. രൂപേഷ് വെട്ടുന്നു. 1-2. മനോഹരമായി വിട്ട പന്ത് തിരിച്ചടിക്കുന്നു. മിഥുൻ നിർഭാഗ്യവരുടെ അത് ഔട്ടിൽ പോയിരിക്കുന്ന തന്റെ ടീമിന് വേണ്ടി KNBA ബഹ്റിന് വേണ്ടി ഒരെണ്ണം കൂടി നേടിയിരിക്കുന്നു രൂപേഷ്. നാടൻ പന്തുകളിയുടെ ഈറ്റില്ലമായ കോട്ടയത്ത് നിന്ന് ഇങ്ങി പവിഴമണ്ടിൽ അണിയിച്ചൊരുക്കുന്ന പവിഴോത്സവം 2024 മൂന്നാമത് മാച്ച് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് ലീഗ് മത്സരത്തിൽ ബഹ്റിൻ KNBAയും ഖത്തർ KNBAയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവരുടെ 2-ാമത് കൈവെട്ടുകാരൻ രൂപേഷ് വെട്ടുന്ന എണ്ണം 1-3. വളരെ മനോഹരമായി വിട്ടുകൊടുക്കുന്നതിനെ സൂരജ് വളരെ മനോഹരമായി നേരിട്ടുന്നതിനെ ബഹ്റിൻ ടീമിന്റെ കാലടിയാൻ നേരിട്ടുമെന്ന് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയതിനാൽ രൂപേഷിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. 3-ാമത് കളിക്കാരനിലേക്ക് അങ്ങനെ ഒരു വെട്ടുകാരന്റെ കൂടി വെട്ട് നഷ്ടപ്പെട്ട് അവരുടെ 3-ാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1-3. ആദ്യ വരയിലെ 3-ാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1-3. നിതിൻ അവരുടെ 13-ാം നമ്പർ താരം നിതിനാണ് പന്ത് വെട്ടുന്നത്. എണ്ണം 1-3. കോട്ടയത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ നാടൻ പന്തുകളി ബഹ്റിനിലേക്കും കൊണ്ടുവന്ന BKNF ബഹ്റിൻ നടത്തുന്ന ആദ്യ GCC ടൂർണമെന്റിലെ 3-ാമത് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിതിൻ വെട്ടുന്ന 1-3. നിതിൻ മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് തിരിച്ചടിക്കുന്നു. സൂരജ് അടിച്ച പന്ത് വീണ്ടും സൂരജ് ഉയർത്തി അടിച്ച പന്ത് അത് മനോഹരമായി നിതിൻ അത് എത്തിയെടുത്തിരിക്കുന്നു. നിതിൻ വളരെ മനോഹരമായി പിടിച്ചത് പന്ത് ഉയർത്തിവിട്ട് തന്റെ ടീമിനോളം നേടിക്കൊടുക്കുമോ അതോ ഉരുട്ടി വിട്ടുമോ എന്ന ആശങ്കയിൽ കാണികൾ. മികച്ച ഉയർത്തിവിട്ടുകാരനായ നിതിനാണ് പന്ത് പിടിച്ചിരിക്കുന്നത്. നിതിൻ വളരെ മനോഹരമായി ഉയർത്തിവിട്ടിയ പന്ത് ഖത്തർ ടീമിന്റെ കാലടികാരൻ പിടിച്ചെടുത്തിരിക്കുന്നു. മിഥുൻ മികച്ച മേൽക്കൈ വെട്ടുകാരനായ മിഥുനാണ് പന്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഖത്തർ ടീമിന്റെ എക്കാലത്തെയും മികച്ച കാലടികാരനും മികച്ച മേൽക്കൈ വെട്ടുകാരനുമായ മിഥുൻ ഉരുട്ടി വെട്ടിയ പന്തിനെ നിതിൻ നേരിട്ട പന്ത് വളരെ മനോഹരമായി ഖത്തർ ടീമിന്റെ
പിടുത്തക്കാരൻ പിടിച്ചെത്തിരിക്കുകയാണ്. മികച്ച ഉയർത്തിവിട്ടുകാരനായ ഖത്തർ ടീമിന്റെ പിടുത്തക്കാരൻ വെട്ടിയ പന്ത് ഔട്ടിലേക്ക് പോയതിനാൽ ഒരെണ്ണം കൂടി അങ്ങനെ നിതിൻ കൂടി ഒരെണ്ണം കൂടി നേടിയിരിക്കുന്നു. നിതിൻ തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. KNB ബഹറിന് വേണ്ടി നിതിൻ പെട്ടുന്ന എണ്ണം പെട്ട 1. നിതിൻ വളരെ മനോഹരമായി വിട്ടുവിടുന്നതിനെ നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയാൽ നിതിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. മനോഹരമായ ഒരു വെട്ട് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ നിതിന്റെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ നാലാമത് കളിക്കാരൻ വെട്ടുന്ന എണ്ണം പെട്ട 1. കാലചക്രത്തിന്റെ കറക്കത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് കാൽപ്പനിയുടെ ബഹുമാനം കൈകളും കാലുകളും ആവാഹിച്ച് ഈ പവിഴ മണ്ണിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നു. മൂന്നാമത് ലീഗ് മാച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പെട്ട 1. ബഹ്റിനിലെ 42 ഡിഗ്രി ചൂടിനെ അവഗണിച്ചുകൊണ്ട് ബഹ്റിൻ KNBക്ക് വേണ്ടി അനന്തുവാണ് പന്ത് വെട്ടുന്നത്. എണ്ണം പെട്ട 1. വളരെ മനോഹരമായി വിട്ടുവിടുന്നതിനെ മിഥുൻ നേരിട്ട പന്ത് ഫൗളായതിനാൽ ഒരെണ്ണം കൂടി നേടിയെടുത്തിരിക്കുന്നു. ഖത്തർ ടീമിന്റെ കാലടിക്കാരനായ മിഥുൻ കേരള നെറ്റിബോൾ ഫെഡറേഷന്റെ കണ്ണഞ്ചിറ ടീമിന്റെ കാലടിക്കാരനായും അതുപോലെ തന്നെ സൂരജ് ഇസ്രാ സെവൻസ് മീനടം ടീമിന്റെ കാലടിക്കാരനായും കേരള നെറ്റിബോൾ ഫെഡറേഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരാണ്. അനന്തുവിനെ വിട്ടുന്നു. എണ്ണം പെട്ട 2. ആദ്യ വരയിലെ 4ാമത് കൈവെട്ടുകാരൻ അനന്തുവാണ് പന്ത് വിട്ടുന്നത്. എണ്ണം പെട്ട 2. മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് സൂരജ് ഉയർത്തിയടിച്ച പന്ത് വളരെ മനോഹരമായി പിടിച്ചതുകൊണ്ട് KNB ബഹ്റിന്റെ വിനു താഴ്ത്തി വിട്ടുപോകുന്ന ആശങ്കയിൽ കാണികൾ. വിനു വളരെ മനോഹരമായി വെട്ടി പന്ത് ഖത്തർ ടീമിന്റെ പിടുത്തക്കാരന് പിടിക്കുവാൻ സാധിച്ചില്ല. ഒരെണ്ണം കൂടി അനന്തൂരുടെ ഒരെണ്ണം കൂടി അനന്തു തന്റെ അക്കൗണ്ടിലേക്ക് ഒരെണ്ണം കൂടി ചേർത്തിരിക്കുകയാണ്. KNB ബഹ്റിന് വേണ്ടി അനന്തു എണ്ണങ്ങൾ വാരിക്കൂട്ടുന്നു. വെട്ടുന്ന എണ്ണം പെട്ട 3. KNB ബഹ്റിനും KNB ഖത്തറും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിംഗൽ മൈതാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ 4ാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പെട്ട 3. നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് ഔട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ തന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ 5ാമത് കളിക്കാരൻ വെട്ടുവാനെത്തുന്ന എണ്ണം പെട്ട 3. 1ാമത് വരയിലെ 5ാമത് കളിക്കാരൻ വെട്ടുന്നു. പെട്ട 3. 5 കൈവെട്ടുകൾ നഷ്ടമാകുമ്പോൾ KNB ബഹ്റിന് 5 എണ്ണങ്ങൾ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. 5ാമത് കളിക്കാരനിലേക്ക് കടക്കുമ്പോൾ അവരുടെ എണ്ണം പെട്ട 3. എണ്ണങ്ങൾ അനിവാര്യമായ ആദ്യ വരയിൽ ക്രിസ്റ്റിയാണ് പന്ത് വിട്ടുന്നത്. എണ്ണം പെട്ട 3. ക്രിസ്റ്റി അവരുടെ മികച്ച ഇടംകൈ വെട്ടുകാരനായ ക്രിസ്റ്റി വളരെ മനോഹരമായി വിട്ടുവിടുന്ന സൂരജ് നേരിട്ട് പന്തിന് വീണ്ടും ക്രിസ്റ്റി നേരിട്ട് പന്ത് ഔട്ടിലേക്ക് പോയാൽ ക്രിസ്റ്റിയുടെ അവസരം നഷ്ടമായിരിക്കുന്നു. തുടർച്ചയായി 5 എണ്ണങ്ങൾ വിട്ടുന്ന കളിക്കാരന് ബിജു കൂരുവപ്പട നൽകുന്ന 1001 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. തുടർച്ചയായി 5 എണ്ണങ്ങൾ വിട്ടുന്ന കളിക്കാരന് ബിജു കൂരുവപ്പട നൽകുന്ന 1001 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. വിനു KNB ബഹ്റിന് വേണ്ടി ബിനുവാണ് പന്ത് വിട്ടുന്നത്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ബഹ്റിൻ KNBയെയും ഖത്തർ KNBയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് ഈ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ട 3. 6ാമത് കൈവെട്ടുകാരൻ വെട്ടുന്നു. പെട്ട 3. വിനു മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് മിഥുൻ അടിക്കാൻ ശ്രമിച്ചുവെങ്കിലും നിർഭാഗ്യം വരട്ടെ, അത് ഔട്ടിൽ പോയിരിക്കുകയാണ്. തന്റെ ടീമിന് വേണ്ടി വിനു ഒരെണ്ണം കൂടെ ധരിക്കുന്നു. പിടിയൻ 1. KNB ബഹ്റിന് വേണ്ടി ബിനു 6ാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 1. എണ്ണങ്ങൾ അനിവാര്യമായ ആദ്യ വരയിൽ
വിനു തന്നെ വിട്ടുതോണം പിടിയനൊന്ന അവരുടെ ആദ്യ വരയിലെ ആറാമത് കളിക്കാരൻ. ദയവ് ചെയ്ത് കാണികൾ ലൈനിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ബഹ്റൈൻ കേരള നെറ്റ് ബോൾ ഫെഡറേഷൻ അണിയിച്ചൊരുക്കുന്ന പവിഴോത്സവം 2023 ലീഗ് മത്സരങ്ങളിൽ മൂന്നാമത് മത്സരം, വളരെ വാശിയേറിയ മത്സരം ബഹ്റൈൻ ടീമും ഖത്തർ ടീമും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനു വിട്ടുവണ്ണം പിടിയനെന്ന അവരുടെ ആദ്യ വരയിലെ ആറാമത് കളിക്കാരൻ. വളരെ മനോഹരമായി വിട്ടുവിട്ട പന്തിനെ മിഥുൻ നേരിട്ട പന്തിനെ അനന്തു നേരിട്ട പന്തിനെ സൂരജ് വളരെ മനോഹരമായി ഉയർത്തിയടിച്ച പന്ത് അനന്തുവാണ് ആ പന്ത് പിടിച്ചിരിക്കുന്നത്. അനന്തു അത് തന്റെ കൈകൾ ഒതുക്കിയിരിക്കുകയാണ്. അനന്തു അത് തിരിച്ച് മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്നു. മിഥുൻ അടിച്ച പന്ത് വീണ്ടും അത് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം കൂടെ തന്റെ ടീമിലേക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. KNBA ബഹ്റിന് വേണ്ടി വിനു ഒരെണ്ണം കൂടെ നേടിയിരിക്കുന്നു. എണ്ണം പിടിയൻ 2 വിനു. KNBA ഖത്തറും KNBA ബഹ്റിനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ചൽ മൈതാനിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ വരയിലെ ആറാമത് കൈകെട്ടുകാരൻ വിനു വെട്ടുന്ന എണ്ണം പിടിയൻ 2. കേരള നെറ്റ് ബോൾ അസോസിയേഷൻ ഖത്തറും കേരള നെറ്റ് ബോൾ അസോസിയേഷൻ ബഹ്റിനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിനു വെട്ടുന്നവണ്ണം പിടിയൻ 2. പിടിക്കാമെങ്കിൽ പിടിച്ചോളൂ, അടിക്കാമെങ്കിൽ അടിച്ചോളൂ എന്ന് പറയുന്നത് ബിനു. വളരെ മനോഹരമായി വെട്ടിവിടുന്നതിനെ ബിനു ആണ് നേരിടുന്നത്. ഖത്തർ ടീമിന് വേണ്ടി ബിനു നേരിട്ട പന്തിനെ ഫൗളായതിനാൽ ഒരെണ്ണം കൂടി കോട്ടയം നെറ്റ് ബോൾ അസോസിയേഷന് വേണ്ടി കോട്ടയം നെറ്റ് ബോൾ അസോസിയേഷൻ ബഹ്റിന് വേണ്ടി വിനു തന്നെ വിട്ടുന്ന വണ്ണം പിടിയൻ 3. നിർണായകമായ ആദ്യ വരയിൽ വിനുവിലൂടെ എണ്ണങ്ങൾ നേടിയെടുത്തുകൊണ്ട് കോട്ടയം നെറ്റ് ബോൾ അസോസിയേഷൻ ബഹ്റിന് വേണ്ടി ബിനുവാണ് പന്ത് വിട്ടുന്നത്. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തർ നെറ്റ് ബോൾ അസോസിയേഷന് വേണ്ടി സൂരജും മിഥുനും ഉണർന്നു കഴിഞ്ഞു. വിനു വിട്ടുന്നു എണ്ണം പിടിയൻ 3. ആദ്യ വരയിലെ ആറാമത് കൈവിട്ടുകാരൻ വിനുവാണ് പന്ത് വിട്ടുന്ന എണ്ണം പിടിയൻ 3. വളരെ മനോഹരമായി വിട്ടുവിടുന്നതിനെ മിഥുൻ വളരെ മനോഹരമായി അടിച്ചുകൊണ്ട് മനോഹരമായ പൊക്കിയടി കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഖത്തറിന്റെ മിഥുൻ. അങ്ങനെ ഖത്തറിന്റെ കാലടികാർ പൊസിഷൻ ചേഞ്ച് ചെയ്തതിനാലാണെന്ന് തോന്നുന്നു. മിഥുൻ ആദ്യ പന്ത് ഉയർത്തിയടിച്ചുകൊണ്ട് മികച്ച പ്രകടനമായി. അനന്തു അവസാന കളിക്കാരൻ. ആദ്യ വരയിലെ കോട്ടയം നെറ്റ് ബോൾ അസോസിയേഷൻ ബഹ്റിന് വേണ്ടി ആദ്യ വരയിലെ അവസാന കളിക്കാരൻ അനന്തു. അവരുടെ 12ാം നമ്പർ താരം അനന്തുവാണ് പന്ത് കിട്ടുന്നത്. പിടിയൻ 3. അനന്തു മനോഹരമായി വെട്ടിപ്പെട്ടിരിക്കുന്ന പന്ത് മിഥുൻ വളരെ മനോഹരമായി ഔട്ടിൽ പോയിരിക്കുന്ന തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം കൂടിയും അനന്ത് നേടിയിരിക്കുന്നു. അവരുടെ താളം 1. അവരുടെ ആദ്യ വരയിലെ അവസാനത്തെ വെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 1. ബഹ്റൈൻ ടീമിന്റെ താളം തെറ്റിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് കിട്ടുന്നു. കോട്ടയം നെറ്റ് ബോൾ അസോസിയേഷൻ ബഹ്റിന് വേണ്ടി അനന്തുവാണ് പന്ത് കിട്ടുന്നതെന്നും താളം 1. അനന്തു KNBA ബഹ്റിന്റെ ആദ്യ വരയിലെ അവസാനത്തെ കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 1. KNBF ബഹ്റിന് വേണ്ടി മനോഹരമായി താളം 1 വെട്ടുവിട്ടു. അവിടെ ഖത്തറിന്റെ പിടുത്തക്കാരൻ അത് മനോഹരമായി എത്തിയെടുത്ത് ഒരു വെട്ടുകാരനെ കൂടി വെട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആദ്യ വര വെട്ടി ഇറങ്ങുന്ന ബഹ്റിൻ KNBA എണ്ണം താളം സബിൻ. വളരെ മനോഹരമായ പന്ത് പിടിയതുകൊണ്ട് അവസാന കളിക്കാരന്റെ അവസരം നഷ്ടമാക്കിയിരിക്കുന്നു. ആദ്യ വര വെട്ടുവാനായി ഖത്തർ ടീം കടന്നു വരുന്നു. കേരള നെറ്റ് ബോൾ അസോസിയേഷൻ ഖത്തറിന് വേണ്ടി അവരുടെ ആദ്യ വര വെട്ടുവാനായി ഖത്തർ ടീം കടന്നു വരുന്നു. ബഹ്റൈൻ കേരള നെറ്റ് ബോൾ ഫെഡറേഷൻ BKNBF അണിയിച്ചിരിക്കുന്ന പ്രഥമ GCC ചാമ്പ്യൻഷിപ്പ് പവിഴോത്സവം 2023 മൂന്നാമത് മത്സരമാണ് ഈ മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റിലെ പ്രധാന സ്പോൺസർ ബഥേൽ ട്രേഡിംഗ് ബഹ്റൈൻ. ഖത്തർ ടീമിന് വേണ്ടി അവരുടെ ആദ്യ വരയിലെ ആദ്യ കൈവെട്ടുകാരൻ ബഹ്റൈനിൽ കത്തിജ്വലിക്കുന്ന സൂര്യനതാരെ 14 കായിക പ്രതിഭകൾ അവരുടെ കാൽക്കരുത്തും കൈക്കരുത്തും സമന്വയിപ്പിച്ചുകൊണ്ട് 43 ഡിഗ്രി ചൂടിനെയും അവഗണിച്ചുകൊണ്ട് നാടൻ പന്ത് കളി എന്ന കോട്ടയത്തിൻ്റെ തനത് കായിക മാമാങ്കത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് മികച്ച പ്രകടനമാണ് ഈ മൈതാനത്തെ സാക്ഷ്യം വഹിക്കുന്നത്. ബോബൻ ഖത്തറിന് വേണ്ടി KNB ഖത്തറിന് വേണ്ടി അവരുടെ ആദ്യ കൈവിട്ടുകാരൻ ബോബൻ വെട്ടുന്നു. എണ്ണം 1-1. ബോബൻ മനോഹരമായി വെട്ടിവിട്ട പന്ത് തിരിച്ചടിക്കുന്നു. വീണ്ടും മിഥുൻ മനോഹരമായി പൊക്കിയടിച്ച പന്ത് കളം കവിച്ചടിച്ച് തന്റെ ടീമിന് വേണ്ടി ആദ്യ എണ്ണം ബോബൻ നേടിയിരിക്കുന്നു. 1-2 KNB ഖത്തറിന് വേണ്ടി ബോബൻ 1-2. അപ്പുറത്തേക്ക് വായിച്ചുകൊണ്ട് വളരെ മനോഹരമായ മിഥുന്റെ ഒരു പ്രകടനം. ഖത്തർ ടീമിന്റെ ഖത്തർ നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് കൂടിയായ ബോബനാണ് പന്ത് വിട്ടുന്നത്. മികച്ച കൈവിട്ടുകാരനായ ബോബൻ വിട്ടുന്ന 1-2. ആദ്യ വരയിലെ ആദ്യ കളിക്കാരൻ ഒരു വര പൂർത്തിയാക്കിയ കോട്ടയം നേറ്റീവ് ബോൾ അസോസിയേഷൻ ബോർൺ ടീമിന്റെ എണ്ണം താളം 1. 1-2. വളരെ മനോഹരമായി വിട്ടത് പിടുത്തക്കാരനെ മറിച്ചുകൊണ്ട് ഒരെണ്ണം കൂടി 1-3. പിടുത്തക്കാരനെ മറിച്ചുകൊണ്ട് ഒരെണ്ണം കൂടി നേടിയെടുത്തിരിക്കുന്നു. എണ്ണം 1-3. മധ്യ തിരുവിതാംകൂറിന്റെ കായിക മാമാങ്കമായ നാടൻ പന്തുകളിയെ നെഞ്ചിലേറ്റിയ മുഴുവൻ പ്രവാസി നാടൻ പന്തുകളിക്കാർക്കും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബോബൻ വെട്ടുന്ന എണ്ണം 1-3. തുടർച്ചയായ 2 എണ്ണങ്ങൾ നേടിയിട്ടുണ്ട് ബോബൻ. KNB ഖത്തറിന്റെ ആദ്യ കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1-3. മനോഹരമായി വെട്ടിവിട്ട പന്ത് തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും കാലുകൾ കൊണ്ടില്ല. അങ്ങനെ ബോബിന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ രണ്ടാമത് കൈവെട്ടുകാരൻ വെട്ടുന്നു 1-3. KNB ഖത്തറും KNB ബഹ്റൈനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ചൽ മൈതാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈൻ ടീമിന്റെ രൂപേഷിന്റെ വളരെ മനോഹരമായ ഒരു തിരിച്ചടിയാണ് ഈ മൈതാനം സാക്ഷ്യം വഹിച്ചത്. രണ്ടാമത് കളിക്കാരിലേക്ക് ഖത്തർ ടീമിന് വേണ്ടി ആദ്യ വരയിലെ രണ്ടാമത് കളിക്കാരൻ ആദ്യ വരയിലെ രണ്ടാമത് കളിക്കാരൻ പ്രമിയാണ് പന്ത് വിട്ടുന്നത്. എണ്ണം 1-3. KNB ഖത്തറിന് വേണ്ടി രണ്ടാമത് കളിക്കാരൻ പ്രമി വെട്ടുന്ന എണ്ണം 1-3. മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് അത് തിരിച്ചടിക്കുന്നു. രൂപേഷ് നേരിട്ട പന്തിനെ മിഥുൻ നേരിട്ട പന്തിനെ കോട്ടയം നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ കാലടികാരാണ് നേരിടുക. സാധിച്ചില്ല. ഒരെണ്ണം കൂടി 1-1. പ്രമേയിലൂടെ ഒരെണ്ണം കൂടി നേടിയെടുത്തിരിക്കുന്നു ഖത്തർ ടീം. പെട്ട 1. ആദ്യ വരയിലെ രണ്ടാമത് കളിക്കാരൻ. പവിഴോത്സവം 2024 മൂന്നാമത് ലീഗ് മാച്ചാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KNB ഖത്തറിന് വേണ്ടി രണ്ടാമത് കൈവെട്ടുകാരൻ പ്രമി വെട്ടുന്ന എണ്ണം 1-1. മനോഹരമായി വെട്ടുവിട്ട് തിരിച്ചടിക്കുന്നു മിഥുൻ. നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് ഔട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു കൈവെട്ടുകാരന്റെ കൂടെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ മൂന്നാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1-1. KNB ഖത്തറിന് വേണ്ടി മൂന്നാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം 1-1. ആദ്യ വര വെട്ടിയിറങ്ങിയ ബഹ്റൈൻ KNBയുടെ എണ്ണം താളം 1.
ആദ്യ വര വെട്ടിയിറങ്ങിയ KNB ബഹ്റിന്റെ എണ്ണം താളം 1. ആദ്യ വരയിലെ മൂന്നാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പെട്ട 1. KNB ഖത്തറിന് വേണ്ടി നിതിനാണ് അടുത്ത എണ്ണം വെട്ടുന്നത്. അവരുടെ കൈവെട്ടുകാരൻ നിതിൻ വെട്ടുന്ന എണ്ണം പെട്ട 1. നാടൻ പന്തുകളെ നെഞ്ചിലേറ്റി പ്രവാസി കൂട്ടായ്മ ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ അണിയിച്ചൊരുക്കുന്ന പൗരോത്സവം 2024 മനോഹരമായ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹരമായ പ്രതിരോധം ഒരെണ്ണം കൂടി നേടിയെടുത്തുകൊണ്ട് നിതിന് ഒരെണ്ണം കൂടി നേടിയിരിക്കുന്നു. പെട്ട 2. KNB ഖത്തറിന് വേണ്ടി നിതിൻ മൂന്നാമത് കളിക്കാരൻ വെട്ടുന്ന എണ്ണം പെട്ട 2. പെട്ട 2. നിർണായകമായ ആദ്യ വരയിൽ എണ്ണങ്ങൾ നേടിയെടുക്കുവാനായി നിതിൻ എണ്ണം പെട്ട 2. മധ്യ തിരുവിതാംകൂറിന്റെ കായിക മാമാങ്കം നാടൻ പന്തുകളി. നിതിൻ വളരെ മനോഹരമായി വിട്ടുവിട്ടുമെന്ന് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ വളരെ നഷ്ടമായിരിക്കുന്നു. അക്ഷയ നഗരിയുടെ സ്വകാര്യ അഹങ്കാരം നാടൻ പന്തുകളി. നെഞ്ചിലെത്തിയ പ്രവാസി കൂട്ടായ്മ BKNBF അണിയിച്ചൊരുക്കുന്ന പൗരോത്സവം 2024. മെയിൻ സ്പോൺസേഴ്സ് ബദൽ ട്രേഡിംഗ് WLL, പ്രമിയുടെ അവസരം നഷ്ടമായിരിക്കുന്നു. മിഥുനാണ് പന്തുവിടുന്നത്. നാട്ടിലെ കണ്ണഞ്ചിറ ടീമിന്റെ മികച്ച കായിക പ്രതിഭയായിരുന്ന മിഥുൻ ഖത്തർ ടീമിന് വേണ്ടി വീട്ടുന്ന എണ്ണം പെട്ട 2. മികച്ചൊരു കാലടികാരൻ കൂടിയായ മിഥുൻ വെട്ടുന്നു. KNB ഖത്തറിന് വേണ്ടി മിഥുൻ വെട്ടുന്നു. പെട്ട 2. മനോഹരമായി വെട്ടിപ്പിടിക്കുന്ന പന്ത് അത് തിരിച്ചടിക്കുന്നു. രൂപേഷ് അടിച്ച പന്ത് ആർക്കും തൊടുവാൻ കഴിയില്ല. അങ്ങനെ മിഥുന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ 4ാമത് കളിക്കാരന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ 5ാമത് കളിക്കാരൻ വെട്ടുന്ന എണ്ണം പെട്ട 2. KNB ഖത്തറിന് വേണ്ടി 5ാമത് കളിക്കാരൻ വെട്ടുന്നു. പെട്ട 2. ആദ്യ വര വെട്ടിയിറങ്ങിയ KNB ബഹ്റിന്റെ എണ്ണം താളം 2. 3 കൈവെട്ടുകൾ മാത്രമാണ് ആദ്യ വരയിൽ ഖത്തർ ടീമിന് ബാക്കിയുള്ളത്. ഇപ്പോഴും 5 എണ്ണങ്ങളുടെ ലീഡുമായി KNB ബഹ്റിൻ ടീം മികച്ച പ്രതിരോധമാണ് കാഴ്ചവെക്കുന്നത്. വിനുവാണ് പന്തുവിട്ടുന്നത്. KNB ഖത്തറിന് വേണ്ടി അവരുടെ മികച്ച കൈവെട്ടുകാരുകളായ വിനുവാണ് പന്തുവിട്ടുന്നത്. എണ്ണം പെട്ട 2. വിനു വളരെ മനോഹരമായി വിട്ടുവിടുന്നതിനെ ബഹ്റിൻ ടീമിന്റെ കരടിയെ നേരിടുന്നതിനെ സൂരജ് നേരിട്ടുമെങ്കിലും നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയിരിക്കുന്നു. വിനുവിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. വാശിയേറിയ നാടൻ പന്തോളി മത്സരമാണ് പൗരോത്സവം 2024 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന 3ാമത് ലീഗ് മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ലീഗ് മത്സരത്തിൽ വിജയിയായത് ബഹ്റിൻ ചലഞ്ചേഴ്സ്. 2ാമത് ലീഗ് മത്സരത്തിൽ വിജയിയായത് KNB UAE. 3ാമത് ലീഗ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. KNB ഖത്തറും KNB ബഹ്റിനും തമ്മിൽ. സബിൻ മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് തിരിച്ചടിക്കുന്നു. രൂപേഷ് അടിച്ച പന്ത് മിഥുൻ തിരിച്ചടിക്കുന്നു. മനോഹരമായി കളം കവിച്ചടിച്ച തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം നേടിയിരിക്കുന്നു. പെട്ട 3. ആദ്യ വരയിലെ 6ാമത് കൈവെട്ടുകാരൻ സബിനാണ് പന്തുവിട്ടതെണ്ണം പെട്ട 3. ഒരുവരെ പൂർത്തിയാക്കിയ KNB ബഹ്റിൻ ടീമിന്റെ എണ്ണം താളം 1. ആദ്യ വരയിൽ 6ാമത് കൈവെട്ടുകാരൻ സബിൻ വെട്ടുമ്പോൾ ഖത്തർ ടീമിന്റെ എണ്ണം പെട്ട 3. വളരെ മനോഹരമായ കൈവിട്ട് രൂപേഷ് ഉയർത്തിയടിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ ഔട്ടിലേക്ക് പോയാൽ ഒരെണ്ണം കൂടി സബിൻ നേടിയെടുത്തിരിക്കുന്നു. പിടിയനൊന്ന് താളം 1. ഒരുവരെ പൂർത്തിയാക്കിയ KNB ബഹ്റിൻ ടീമിന്റെ എണ്ണം താളം 1. ഖത്തർ ടീമിന് വേണ്ടി അവരുടെ ആദ്യ വരിൽ 6ാമത് കൈവെട്ടുകാരൻ വെട്ടുമ്പോൾ അവരുടെ എണ്ണം പിടിയനൊന്ന്.
അവരുടെ ആറാമത് കൈവിട്ടുകാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 1 സബിൻ. ആദ്യ വര വെട്ടിയിറങ്ങിയ KNBA ബഹറിന്റെ എണ്ണം താളം 1. സബിൻ മനോഹരമായി വെട്ടിവിട്ട് പന്ത് തിരിച്ചടിക്കുന്നു. മനോഹരമായി ബിനു കളം കവിച്ചടിച്ച് ഒരു വെട്ടുകാരന്റെ വെട്ടുകൂടി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ബിനു മനോഹരമായി അത് പൊക്കിയടിച്ച് ഒരു വെട്ടുകാരന്റെ കൂടി വെട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. KNBA ഖത്തറിന്റെ ബഹറിന്റെ ബിനു മനോഹരമായി പൊക്കിയടിച്ച് ഒരു കളിക്കാരനെ കൂടി വെട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. KNBA ഖത്തറിന് വേണ്ടി അവരുടെ ആറാമത് കളിക്കാരൻ വെട്ടുന്ന എണ്ണം. ആദ്യ വരയിലെ അവസാന കളിക്കാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 1. ആദ്യ വരയിലെ അവസാനത്തെ കൈവെട്ടുകാരൻ സൂരജ് വെട്ടുന്ന എണ്ണം പിടിയൻ 1. മനോഹരമായി പൊക്കിയടിച്ച് ഒരു വെട്ടുകാരന്റെ കൂടി വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആദ്യ വര വെട്ടിയിറങ്ങുന്ന KNBA ഖത്തറിന്റെ എണ്ണം പിടിയൻ 1. രണ്ടാമത് വര വെട്ടാനെത്തുന്ന ബഹ്റിൻ KNBAയുടെ എണ്ണം താളം 1. മനോഹരമായ വാശിയേറിയ നാടൻ പന്തുകളി മത്സരമാണ് നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടൻ പന്തുകളി മത്സരം വീക്ഷിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാടൻ പന്തുകൾ പ്രേമികളെയും ഈ സിഞ്ചൽ മൈതാനിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന GCC ചാമ്പ്യൻഷിപ്പ് നാടൻ പന്തുകളി മത്സരം പവിഴോത്സവം 2024 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പവിഴോത്സവം BKNBFിന്റെ പ്രവർത്തകർ വെള്ളം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി സഹകരിക്കേണ്ടതാണ്. കളിക്കാർക്ക് വെള്ളം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി BKNBFിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പവലിയനടുത്തേക്ക് വരിക. പവിഴോത്സവം 2024 മെയിൻ സ്പോൺസർ ബദൽ ഇലക്ട്രിക്കൽ WLM, കോ സ്പോൺസർ എപ്സിലോൺ സ്റ്റാർ എമിറേറ്റ്സ് ഓട്ടോ പാർട്സ് WLL, ബിന്നീസിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് ബേബി ആൻഡ്രൂസ് വലിയ വീട്ടിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് സന്തോഷ് ആൻഡ്രൂ ഇസാക്ക്, K ഈശോ ഈച്ചേരി എവറോളിംഗ് ട്രോഫിക്ക് സ്പോൺസർ ചെയ്യുന്നത് പോൾ ജോൺ, വിന്നേഴ്സിനുള്ള ക്യാഷ് പ്രൈസ് 50,000 രൂപ സ്പോൺസർ ചെയ്യുന്നത് പ്രതീഷ് തോമസ്, റണ്ണേഴ്സിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് സെഫോറ ഇൻഫോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ വെട്ടുന്നു താളം 1. അനന്തു KNBA ബഹറിന് വേണ്ടി വെട്ടുന്നു. അനന്തു താളം 1. അനന്തു താളം 1 മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്നു. സൂരജ് മനോഹരമായി വെട്ടിവിട്ട പന്ത് പിടിച്ചിരിക്കുന്നു. രൂപേഷ് തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം എടുക്കാനുള്ള പരിശ്രമത്തിൽ രൂപേഷ് മനോഹരമായി വെട്ടിവിട്ട പന്ത് കൈപ്പിടുത്തക്കാരന്റെ കൈകളിൽ തൊട്ട് അങ്ങനെ ഒരു എണ്ണം കൂടി തന്റെ ടീമിന് വേണ്ടി കിട്ടുന്നു. രണ്ടാമത് വരയിലെ ആദ്യ കൈവെട്ട് താളം 2. അനന്ത് വെട്ടുന്നു താളം 2. KNBA ബഹറിന് വേണ്ടി അനന്തു അവരുടെ മികച്ച കൈവെട്ടുകാരൻ അനന്ത് വെട്ടുന്നു താളം 2. മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് അത് തിരിച്ചടിക്കുന്നു. മിഥുൻ കളം കവിച്ച സൂരജ് കളം കവിച്ചടിച്ച് അനന്തുവിന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
അവരുടെ രണ്ടാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 2. പകുതോത്സവം 2024 ആദ്യ ദിനത്തിലെ മൂന്നാമത് മത്സരമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് മത്സരത്തിൽ KNBA ഖത്തറും KNBA ബഹ്റൈനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. താളം 2 നിതിൻ. രണ്ടാമത് കൈവെട്ടുകാരൻ നിതിൻ വെട്ടുന്നു. താളം 2. താളം 2 മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് അത് ഒരെണ്ണം കൂടെ നേടിയിരിക്കുകയാണ്. KNBA ബഹ്റിൻ KNBA നിതിൻ ഒരെണ്ണം കൂടെ നേടിയിരിക്കുന്നു. താളം 3. അവരുടെ രണ്ടാമത് കൈവെട്ടുകാരൻ വെട്ടുന്നു. താളം 3. നിതിൻ മനോഹരമായി വെട്ടിപ്പിട്ടിരിക്കുന്ന പന്ത് തിരിച്ചടിക്കുന്നു. സൂരജ് വിനു തിരിച്ചടിച്ചു പന്ത് നിർഭാഗ്യം നേരിട്ട് അത് ഔട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ നിതിന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ രണ്ടാമത് കളിക്കാരന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. മൂന്നാമത് കളിക്കാരൻ വെട്ടുന്ന എണ്ണം താളം 3. KNBA ബഹ്റിന് വേണ്ടി മൂന്നാമത് കളിക്കാരൻ വെട്ടുന്ന എണ്ണം താളം 3. KNBA ഖത്തറും KNBA ബഹ്റിനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ചൽ മൈതാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടൻ പന്തുകളി പകുതോത്സവം 2024 ഈ പവിഴ മണ്ണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 45 ഡിഗ്രി ചൂടിൽ ആ ചൂടിനെ വാങ്ങാതെ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മിഥുൻ മനോഹരമായി പൊക്കിയടിച്ച് സനുവിന്റെ വെട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ നാലാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 3. ബഹ്റിൻ KNBAക്ക് വേണ്ടി നാലാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 3. നാടൻ പന്തുകളിൽ നെഞ്ചിലെത്തിയ പ്രവാസി കൂട്ടായ്മ BKNBF അണിയിച്ചൊരുക്കുന്നു പകുതോത്സവം 2024. ബഹ്റിൻ KNBAയും ഖത്തർ KNBAയും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. താളം 3 വെട്ടുന്നു ക്രിസ്റ്റി. അവരുടെ നാലാമത്തെ കൈവെട്ടുകാരൻ ക്രിസ്റ്റി വെട്ടുന്ന എണ്ണം താളം 3. KNBA ബഹ്റിന് വേണ്ടി ക്രിസ്റ്റി വെട്ടുന്നു. താളം 3. അവരുടെ ഇടം കൈനായ കൈവെട്ടുകാരൻ വെട്ടുന്നു. നിർഭാഗ്യം നേരിട്ട് ഫൗളായിരിക്കുകയാണ്. അങ്ങനെ ഒരു വെട്ട് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ അഞ്ചാമത് കൈവെട്ടുകാരൻ വെട്ടുന്നു. താളം 3. KNBAയുടെ അഞ്ചാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 3. KNBA ബഹ്റിന്റെ ഏറ്റവും നല്ല കാലടികാരൻ രൂപേഷ് തന്റെ ടീമിന് വേണ്ടി വെട്ടുവാനെത്തുന്നു. താളം 3. 10 നമ്പർ ജേഴ്സി കഴിഞ്ഞ രൂപേഷ് വെട്ടുന്നു. താളം 3. മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്നു. സൂരജ് തിരിച്ചടിച്ചു. വീണ്ടും രൂപേഷിന്റെ കൈകൾ അത് എത്തിപ്പെട്ടിരിക്കുകയാണ്. തന്റെ ടീമിന് വേണ്ടിയും തനിക്ക് വേണ്ടി ഒരെണ്ണം നേടുവാൻ രൂപേഷ് അത് മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്നു. വീണ്ടും സൂരജ് കളം കവിച്ച് മനോഹരമായ ഒരു പൊക്കിയടി, ആകാശത്തൊരു പൊട്ടുപോലെ മനോഹരമായ ഒരു പൊക്കിയടി സമ്മാനിക്കുവാൻ സൂരജിന് സാധിച്ചിരിക്കുന്നു. KNBA ഖത്തറിന് വേണ്ടി സൂരജ് അങ്ങനെ അഞ്ചാമത് കളിക്കാരന്റെ കൂടി കളി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആറാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം താളം 3. തുടർച്ചയായി 4 കളിക്കാർ താളം 3 വെട്ടുന്നു. KNBAക്ക് വേണ്ടി ആനന്ദു
താളം 3 മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്നു. മിഥുൻ ഫൗൾ. അങ്ങനെ ഒരു വെട്ടുകാരന്റെ കൂടെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ രണ്ടാമത്തെ വരിയിലെ അവസാന കളിക്കാരൻ വെട്ടുന്ന വെണ്ണം താളം 3. ബിനു വെട്ടുന്നു. ആദ്യ വര വെട്ടിയിറങ്ങിയ ഖത്തറിന്റെ എണ്ണം പിടിയനൊന്ന്. രണ്ടാമത് വര വെട്ടുന്ന അവസാന കളിക്കാരൻ ബിനു വെട്ടുന്ന എണ്ണം താളം 3. ബഹറിന് വേണ്ടി ബിനു 19 നമ്പർ ജേഴ്സി എറിഞ്ഞ് ബിനു വെട്ടുന്നു. താളം 3. മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത്. അങ്ങനെ കീഴ് 1 പിടുത്തക്കാരനെ മറിച്ചുകൊണ്ട് ബിനു വെട്ടിയിരിക്കുന്നു. താളം 3. ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. കീഴ് 1. വ്യക്തിഗത സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് മികച്ച പിടുത്തക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് സാബു ഫിലിപ്പ് ജോർജ്. മികച്ച കാലടിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് ആർട്ടിസൺ മ്യൂസിക്കൽ അക്കാദമി. മികച്ച കളിക്കാരന് NC ജയമോൻ. കീഴൊന്ന് മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്നു. മിഥുൻ സൂരജ് അടിച്ചുവെങ്കിലും അത് അവിടെ പോയിരിക്കാൻ. അങ്ങനെ കീഴ് 2. ആദ്യ വരയിലെ അവസാന കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം കീഴ് 2. KNBA ബഹ്റിന് വേണ്ടി ബിനു വെട്ടുന്ന എണ്ണം കീഴ് 2. മനോഹരമായി ബിനു വെട്ടിവിട്ടിരിക്കുന്ന പന്ത് തിരിച്ചടിക്കുന്നു. സൂരജ് അടിച്ച പന്ത് നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് ഔട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം കൂടെ നേടിയിരിക്കുന്നു ബിനു വെട്ടുന്ന എണ്ണം കീഴ് 3. ഒരു ചക്കരയുടെ മണം മൂന്നാമത് വരയിൽ, മൂന്നാമത് ലീഗ് മാച്ചിൽ ഒരു ചക്കരയുടെ മണം അടിപ്പിച്ചുകൊണ്ട് ബിനു വെട്ടുന്ന എണ്ണം കീഴ് 3. പകുതിവർഷം 2024 മൂന്നാമത് ലീഗ് മാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനത്തിലെ മൂന്നാമത് ലീഗ് മാച്ച് KNBA ഖത്തറും KNBA ബഹ്റിനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ചൽ മൈതാനിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുട്ടുകൊള്ളുന്ന വെയിലിനെ അവഗണിച്ചുകൊണ്ട് കാണികൾക്ക് ആകാംക്ഷ പരത്തിക്കൊണ്ട് KNBA ഖത്തറും ബഹ്റിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവരുടെ ആദ്യ വരയിലെ അവസാന വെട്ടുകാരൻ വെട്ടുന്ന എണ്ണം കീഴ് 3. മനോഹരമായി കീഴ് വെട്ടിവിട്ടിരിക്കുന്നത് തിരിച്ചടിക്കുന്നു. മനോഹരമായ ഒരു പിടുത്തം. നിതിൻ മനോഹരമായി ഇത് പിടിച്ചിരിക്കുന്നു. നിതിൻ മനോഹരമായി പിടിച്ച് തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം വെട്ടാനുള്ള ശ്രമത്തിൽ നിതിൻ നിർഭാഗ്യത്തിന്റെ ചാൻസാണ്. ഒരു വെള്ളം എടുക്കണം സാറേ. ചാൻസ്
ആദ്യ വര വെട്ടിയിറങ്ങുമ്പോൾ KNB ബഹറിന്റെ എണ്ണം കീഴ് 3. രണ്ടാമത് വര വെട്ടിയിറങ്ങുമ്പോൾ കീഴ് 3. രണ്ടാമത് വര വെട്ടുവാനെത്തുന്ന ഖത്തർ ടീമിന്റെ എണ്ണം പിടിയൻ 1. ദയവ് ചെയ്ത് കാണികൾ കളിക്കാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഭാരവാഹികൾ ദയവ് ചെയ്ത് കളിക്കാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. പവിഴോത്സവം 2024 മെയിൻ സ്പോൺസർ ബദൽ ഇലക്ട്രിക്കൽസ് WLL. കോ സ്പോൺസേഴ്സ് എപ്സിലോൺ, സ്റ്റാർ എമിറേറ്റ്സ് ഓട്ടോ പാർട്സ് WLL. വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് BV ആൻഡ്രൂസ് വലിയ വീട്ടിൽ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി, സ്പോൺസർഡ് ബൈ സന്തോഷ് ആൻഡ്രൂ ഇസാക്ക്. വിന്നേഴ്സിനുള്ള ക്യാഷ് പ്രൈസ് 50,000 സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രതീഷ് തോമസ്. റണ്ണേഴ്സ് എവറോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെഫോറ ഇൻഫോ സൊല്യൂഷൻസ്. റണ്ണേഴ്സിനുള്ള ക്യാഷ് പ്രൈസ് 25,000 rupees സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാറ പെസ്റ്റ് കൺട്രോൾ, സ്പോൺസർഡ് ബൈ കൊച്ചുമോൻ മാളം. വ്യക്തിഗത സമ്മാനങ്ങൾ മികച്ച പിടുത്തക്കാരന് സാബു ഫിലിപ്പ് ജോർജ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. മികച്ച കാലടികാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആർട്ടിസൺ മ്യൂസിക്കൽ അക്കാദമി. മികച്ച കളിക്കാനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് NC ജയമോൻ. മികച്ച കൈവെട്ടുകാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൊനാർച്ച് ടെക്നിക്കൽ. മികച്ച പൊക്കിവെട്ടുകാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് PV തോമസ്. കിഴക്കേടത്ത് മെമ്മോറിയൽ ട്രോഫി സ്പോൺസർഡ് ബൈ സൈജു ചാക്കോ തോമസ്. ഫൈനലിലെ മികച്ച കളിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് മൊനാർച്ച് ടെക്നിക്കൽസ്. വിജയക്കുള്ള വ്യക്തിഗത ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെക്നോവേവ് WLL. രണ്ടാം സ്ഥാനക്കാർക്കുള്ള വ്യക്തിഗത ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് ചെറി ബ്ലോസം ട്രേഡിംഗ്. പവിഴോത്സവം 2024 പങ്കെടുത്തുള്ള ടീമിനുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാർക്ക് 7 കൺസ്ട്രക്ഷൻ WLL, അൽസ്റ്റാർ സെൻട്രൽ എയർ കണ്ടീഷൻ പ്ലാനറ്റ് റിപ്പയർഡ്, BKNVS ജോണിച്ചായൻ, മാത്യു വർക്കി അക്കരക്കുന്നൽ. KNB ഖത്തർ പിടിയൻ 1. മനോഹരമായി വെട്ടിവിട്ടു. പിടുത്തക്കാരനത് കൈകൾ ഒതുക്കാൻ പറ്റിയില്ല. അങ്ങനെ തന്നെ ടീമിന് വേണ്ടി ആദ്യ എണ്ണം, രണ്ടാമത് വരയിലെ ആദ്യ എണ്ണം പിടിയൻ 2. പ്രവിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. KNB ഖത്തർ ടീമിന്റെ രണ്ടാമത് വരയിലെ ആദ്യ കളിക്കാരൻ പ്രവി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എണ്ണം പിടിയൻ 2. പിടിയൻ 2. അതായത് തിരിച്ചടിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും രൂപേഷ് കൈകളിലുണ്ടില്ല. അങ്ങനെ ഒരു വെട്ടുകാരന്റെ കൂടി വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ല, ഒരെണ്ണം കൂടെ നേടിയിരിക്കുന്നു. എണ്ണം പിടിയൻ 3. പിടിയൻ 3. KNB ഖത്തറിന്റെ ആദ്യ കൈവെട്ടുകാരൻ, രണ്ടാമത് വരയിലെ ആദ്യ കൈവെട്ടുകാരൻ പ്രവി വെട്ടുന്നു. പിടിയൻ 3. പിടിയൻ 3. മനോഹരമായി വിട്ടുവിട്ടിരിക്കുന്ന പന്ത് വിനു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ പന്ത് ഔട്ടിലേക്ക് പോയിരിക്കുന്നതിനാൽ പ്രവിയുടെ അവസരം നഷ്ടമായിരിക്കുന്നു. KNB ഖത്തറിന്റെ കൈവെട്ടുകാരന്റെ കൈവെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ രണ്ടാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 3. KNB ഖത്തറും KNB ബഹ്റിൻ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ചൽ മൈതാനിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടൻ പന്തുകളെ നെഞ്ചിലേറ്റിയ പ്രവാസി കൂട്ടായ്മ BKNBF അണിയിച്ചൊരുക്കുന്ന പവിഴോത്സവം 2024 ആദ്യ ദിനത്തിൽ മൂന്നാമത് ലീഗ് മാച്ചാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സബിനാണ് KNB ഖത്തറിന് വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണം പിടിയൻ 3. സബിൻ മനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് തിരിച്ചടിക്കുന്നു. അത് സൂരജിന്റെ കൈകളിൽ ഒതുങ്ങിയിരിക്കുന്നു.
തന്റെ ടീമിന് വേണ്ടി ഒരെണ്ണം എടുക്കാനുള്ള ശ്രമത്തിൽ സൂരജ്. മനോഹരമായി അത് പൊക്കിവെട്ടി. നിർഭാഗ്യമതമായിട്ട് അത് ഔട്ടിൽ പോയിരിക്കാനാണ്. തന്റെ ഒരു വെട്ടുകാരന്റെ കൂടി വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. KNBA ഖത്തറിന് വേണ്ടി അവരുടെ മൂന്നാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 3. മിഥുൻ KNBA ഖത്തർ ടീമിന്റെ മികച്ച കാലടികാരനും കൈവെട്ടുകാരനുമായ മിഥുനാണ് പന്ത് വെട്ടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. ഈ എണ്ണം പിടിയൻ 3. KNBA ഖത്തറിന്റെ ഓൾറൗണ്ടർ മിഥുൻ വെട്ടുന്ന എണ്ണം പിടിയൻ 3. രണ്ടാമത് വരയിൽ മൂന്നാമത് കൈവെട്ടുകാരൻ മിഥുൻ. മനോഹരമായി വെട്ടിബന്ധ രൂപേഷ് മിഥുൻ. നിർഭാഗ്യമെന്ന വെട്ടി മിഥുന് അത് കാലുകൾ കൊണ്ടില്ല. അങ്ങനെ തന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നാലാമത് കൈവെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 3. പവിഴോത്സവം 2024 ആദ്യ ദിനത്തിലെ മൂന്നാമത് ലീഗ് മാച്ചാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KNBA ഖത്തറും KNBA ബഹ്റൈനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ചൽ മൈതാനിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ കാണികൾ ആകാംക്ഷഭരിതരായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പവിഴോത്സവം 2024 മൂന്നാമത് മത്സരമാണ്. മനോഹരമായി വെട്ടിവിട്ട പന്ത് അത് ബഹ്റിന്റെ പിടുത്തക്കാരൻ ഏറ്റിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വെട്ടുകാരന്റെ കൂടി വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ അഞ്ചാമത് വെട്ടുകാരൻ വെട്ടുന്ന എണ്ണം പിടിയൻ 3. BKNBF അണിയിച്ചൊരുക്കുന്ന പൗരോത്സവം 2024 നാടൻ പന്തുകളി മാവാങ്ക മത്സരത്തിൽ ഈ കൊടുംചൂടിൽ നമ്മളെല്ലാവരും തളരാതെ നമ്മളെ കാത്തുപരിപാലിച്ചുകൊണ്ട് BKNBFന്റെ ചുണക്കുട്ടികൾ സജോയുടെ നേതൃത്വത്തിൽ ഒരു തട്ടുകട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നാരങ്ങ വെളുത്തിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ശരീരം തണുപ്പിക്കാൻ വേണ്ടി തന്നിമത്തനുമായി ബിജു കൂരോപ്പടയും ജോൺസണും എത്തിയിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് ഔട്ടിലേക്ക് പോയിരിക്കുന്നതിനാൽ ഒരാളുടെ അവസരം നഷ്ടമായിരിക്കുന്നു. KNBA ഖത്തർ ടീമിന്റെ രണ്ടാമത് വരയിലെ ആറാമത് കളിക്കാരൻ നിതിനാണ് വിട്ടുവാൻ വേണ്ടി കടന്നു വരുന്നത്. എണ്ണം പിടിയം 3. എണ്ണം പിടിയം 3. നിതിനാണ്. നിതിൻ അതിമനോഹരമായി വിട്ടുവിട്ടിരിക്കുന്ന പന്ത് അതിമനോഹരമായി പിടിച്ചെടുത്തുകൊണ്ട് KNBA ടീമിന്റെ അനന്തു. മനോഹരമായ പിടുത്തങ്ങൾ. KNBA ബഹ്റിന്റെ പിടുത്തക്കാരൻ അനന്തു രണ്ടാമത് വരയിലെ അവസാനത്തെ വെട്ടുകാരൻ വെട്ടുന്നു. പിടിയൻ 3. സൂരജ് വെട്ടുന്ന എണ്ണം പിടിയൻ 3. മനോഹരമായി സൂരജ് വെട്ടിയ പന്ത് റഫറി ഫൗൾ വിളിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടാമത് വരെ വെട്ടിയിറങ്ങുന്ന ഖത്തർ ടീമിന്റെ ടൈം ബ്രേക്ക്. പൗരോത്സവം 2024 വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത്
കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ശ്രീ സന്ദീപ്, കോട്ടയത്തിന്റെ സ്വന്തം നാടൻ പന്തുകളിയെ ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് വേരോട്ടം ഉറപ്പിച്ച കമ്പമേടിന്റെ ഏക്കാലത്തെയും മികച്ച കളിക്കാരൻ ശ്രീ ബിജോമോൻ, മുതലായവർ ഈ ടൂർണമെന്റിൽ എത്തിച്ചേരുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി വരുന്നു. പവിഴോത്സവം 2024 ബദേൽ ഇലക്ട്രിക്കൽ സ്പോൺസർ ചെയ്യുന്ന BKNBF അണിയിച്ചൊരുക്കുന്ന പവിഴോത്സവം 2024 ഈ ടൂർണമെന്റിലെ കോ സ്പോൺസേഴ്സ് എപ്സിലോൺ, സ്റ്റാർ എമിറേറ്റ്സ് ഓട്ടോ പാർട്സ് WLL. ഈ ടൂർണമെന്റിലെ വിജയിക്കുന്ന ടീമിന് VV ആൻഡ്രൂസ് വലിയ വീട്ടിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സ്പോൺസർഡ് ബൈ സന്തോഷ് ആൻഡ്രൂസ് ഐസക്, KE ഈശോ ഇരശ്ശേരിയിൽ എവറോളിംഗ് ട്രോഫി സ്പോൺസർഡ് ബൈ പോൾ ജോൺ. വിജയിക്കുന്ന ടീമിന് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എപ്സിലോൺ സ്പോൺസർഡ് ബൈ പ്രതീഷ് തോമസ്. റണ്ണേഴ്സ് അപ്പ് ടീമിനെ ക്യാഷ് പ്രൈസ് സെഫോറ ഇൻഫോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്. സാറ പെസ് കൺട്രോൾ സ്പോൺസർഡ് ബൈ കൊച്ചുമോൻ മാലം. ഈ ടൂർണമെന്റിലെ വ്യക്തിഗത സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മികച്ച പിടുത്തക്കാരന് സാബു ഫിലിപ്പ് ജോർജ്, മികച്ച കാലടിക്കാരന് ആർട്ടിസൺ മ്യൂസിക് അക്കാദമി, മികച്ച കളിക്കാരന് NC ജെയ്മോൻ, മികച്ച കൈവിട്ടുകാരന് മോണാർക്ക് ടെക്നിക്കൽ. തുടർച്ചയായി 3 പന്തുകൾ പൊക്കിയടിച്ച് കളയുന്ന താരത്തിന് അൽനമൽ ഗ്രൂപ്പ് 5100 രൂപ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു. മികച്ച പൊക്കിപ്പെട്ടുകാരന് PV തോമസ് കിഴക്കേടുത്ത മെമ്മോറിയൽ ട്രോഫി ബൈ ഷൈജു ചാക്കോ തോമസ്. ഫൈനലിലെ മികച്ച കളിക്കാരന് മോണാർക്ക് ടെക്നിക്കൽസ്. വിജയികൾക്കുള്ള വ്യക്തിഗത ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെക്നോവൈ ഇന്റർനാഷണൽ WLL. 2ാം സ്ഥാനക്കാർക്കുള്ള വ്യക്തിഗത ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് ചെറി ബ്ലോസം ട്രേഡിംഗ്. പവിഴോത്സവം 2024 പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിനു കുലക്കാട്ടിൽ, മാർക്ക് 7 WLL, അൽഷാൽ സെൻട്രൽ എയർ കണ്ടീഷൻ പ്ലാന്റ് റിപ്പയർ, ജോഡി ചായൻ, മാത്യു വർക്കി അക്കരക്കുന്നൽ. ഈ ടൂർണമെന്റിന്റെ ഈ കൊടും ചൂടിലും തളരാതെ നമ്മളെയെല്ലാം കാത്തുപരിപാലിക്കുന്ന ബിജു കൂറോപ്പടയ്ക്കുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്തിനും ഏതിനും ബിജു കൂറോപ്പട. കോട്ടയം പ്രതിഭയില്ലേ പറയല്ലേ ബിജു പുരോപ്പടകലിൽ BKNBFിന്റെ സാജോയുടെ നേതൃത്വത്തിലുള്ള ചായക്കടയിൽ, കോട്ടയംകാരന്റെ ചായക്കടയിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചായ, ചെറുകടികൾ, ശീതളപാനീയങ്ങൾ എന്നിവ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കൗണ്ടർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും കൂരപ്പട, ബിജു കൂരപ്പട. ബദേൽ ഇലക്ട്രിക്കൽ സ്പോൺസർ ചെയ്യുന്ന പവിഴോത്സവം 2024 നാടൻ പന്തുകളി മത്സരത്തിന്റെ 3ാമത് ലീഗ് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. KNBA ബെഹറിനും KNBA ഖത്തറും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിന്റെ 2 വരികൾ പൂർത്തിയായിരിക്കുന്നു. 2 വരകൾ പൂർത്തീകരിച്ച KNBA ബെഹറിന്റെ എണ്ണം കീഴ് 3, 2 വരെ പൂർത്തീകരിച്ച ഖത്തർ ടീമിന്റെ എണ്ണം പിടിയൻ 3. ഇടവേളകളിൽ
ആനന്ദവും സന്തോഷവും പകരുവാൻ വേണ്ടി ഈ മത്സരത്തിന് ശേഷം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജോൺസന്റെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. എന്തിനും ഏതിനും ബിജു കൂരപ്പട. നിങ്ങൾക്ക് ആവശ്യമായ ശീതളപാനീയങ്ങൾ കുടിക്കുവാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ ശീതളപാനീയങ്ങളുമായി നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ബിജു കൂരപ്പട. ദേവിയത് ഒരു ടീമിന്റെ കളിക്കാര് കൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ചൂട് ഒത്തിരി കൂടുന്നതിന് മുമ്പ് കളി അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ദേവിയത് കാലാവസ്ഥയ്ക്ക് അനുകൂലമായി നിന്നുകൊണ്ട് നമ്മളുടെ മത്സരങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ദേവിയത് എല്ലാവരും ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക. BKNBFന്റെ ക്ഷണം സ്വീകരിച്ച് തങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നാടൻ പന്തയോടുള്ള സ്നേഹം ഉള്ളിൽ എന്നും ഒളിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന UAEയുടെയും കുവൈറ്റിന്റെയും ഖത്തറിന്റെയും എല്ലാ കൂട്ടുകാർക്കും BKNBFന്റെ നന്ദി അറിയപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ പറയാതെ ഒരിക്കലും ഞാൻ എഴുതി കൊടുത്ത പേപ്പർ ആരോ മനപ്പൂർവ്വം അനീഷും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോ സർവീസ് സൽമാബാദ്. നമ്മുടെ ഈ ടൂർണമെന്റിന് നല്ല രീതിയിൽ ഒരു സ്പോൺസർ ചെയ്ത ട്രിയോ ഓട്ടോ സർവീസ് സൽമാബാദിനോടുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മത്സരം ഉടൻ ആരംഭിക്കുകയാണ്. BKNBFന്റെ റനീഷ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. BKNBFന്റെ റനീഷ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അത് റിപ്പോർട്ടിൽ എനിക്കറിയില്ല ഡിമാൻഡ് ചെയ്തതാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ കോട്ടയം എന്ന അക്ഷരതകരയുടെ പരിച്ഛേദം പുനഃസൃഷ്ടിച്ചുകൊണ്ട് ബഹ്റിനിൽ നടക്കുന്ന ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രഥമ GCC ടൂർണമെന്റിൽ മൂന്നാം പാദ മത്സരത്തിൽ മത്സരിക്കുന്നത് KNBA ബഹ്റിൻ, KNBA ഖത്തർ. പൗരോത്സവം 2024 മെയിൻ സ്പോൺസർ ബദർ ഇലക്ട്രിക്കൽസ്, കോ സ്പോൺസേഴ്സ് എപ്സിലോൺ, സ്റ്റാർ എമിറേറ്റ്സ് ഓട്ടോ പാർട്സ്, വിന്നേഴ്സ് ട്രോഫി സ്പോൺസേഴ്സ് VV ആൻഡ്രൂസ് വലിയ വീട്ടൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സ്പോൺസർഡ് ബൈ സന്തോഷ് ആൻഡ്രൂസ് ഐസക്, KE ഈശോ ഈരച്ചേരിൽ എവർ റോളിംഗ് ട്രോഫി സ്പോൺസർഡ് ബൈ പോൾ ജോൺ. ക്യാഷ് പ്രൈസ് 50,000 എപ്സിലോൺ സ്പോൺസർഡ് ബൈ പ്രതീഷ് തോമസ്. റണ്ണേഴ്സ് അപ്പിന് വേണ്ടിയുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെഫോറ ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്. ക്യാഷ് പ്രൈസ് 25,000 rupees സാറ പെസ്റ്റ് കൺട്രോൾ സ്പോൺസർഡ് ബൈ കൊച്ചുമൻ മാലം. എണ്ണം കീഴ് 3. രൂപേഷാണ് വിടുന്നത്. അവസാന വരയിലെ ആദ്യ കളിക്കാരൻ KNBA ബഹ്റിന് വേണ്ടി രൂപേഷ് വെട്ടുന്നു. എണ്ണം കീഴ് 3. രൂപേഷ് വെട്ടിവിട്ടിരിക്കുന്ന
അതിമനോഹരമായി ഉയർത്തിയടിച്ചുകൊണ്ട് മിഥുൻ രൂപേഷിന്റെ അവസരവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാം വരയിലെ രണ്ടാമത് കളിക്കാരൻ KNBA ബെഹറിന് വേണ്ടി വെട്ടുവാൻ വേണ്ടി കടന്നു വരുന്നു. അവരുടെ ജേഴ്സി നമ്പർ 12 അനന്തുവാണ് വെട്ടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. എണ്ണം കീഴ് 3. 2 വരെ പൂർത്തിയാക്കിയിരിക്കുന്ന KNBA ഖത്തർ ടീമിന്റെ എണ്ണം പിടിയൻ 3. അവസാന വരയിലെ രണ്ടാമത് കളിക്കാരൻ അനന്തു KNBA ബെഹറിന് വേണ്ടി വെട്ടുവാൻ വേണ്ടി കടന്നു വരുന്നു. അനന്തു വെട്ടുന്നു. എണ്ണം കീഴ് 3. അതിമനോഹരമായി അവരുടെ ഒരു കൈവെട്ടുകാരൻ കൂടിയായ അനന്തുവാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം കീഴ് 3. അതിമനോഹരമായി അനന്ത് വെട്ടിവിട്ടിരിക്കുന്ന പന്ത് സബീൻ അടിച്ച പന്ത് ക്രിസ്റ്റിക്ക് ഓടിച്ചെടുക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ അനന്തുവിന്റെ അവസരവും നഷ്ടമായിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ശീതള പാനീയങ്ങളും നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുന്ന വാട്ടറും തണ്ണിമത്തനും എന്തിനും ഏതിനും സമീപിക്കുക വിജു കൂരപ്പട. ഈ ടൂർണമെന്റിൽ വ്യക്തിഗത സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മികച്ച പിടുത്തക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാബു ഫിലിപ്പ് ജോർജ്. മികച്ച കാലടികാരൻ സ്പോൺസർഡ് ബൈ ആർട്ടിസൺ മ്യൂസിക് അക്കാദമി. മികച്ച കളിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് NC ജയ്മോൻ. ക്രിസ്റ്റിയാണ് വിടുന്നത്. എണ്ണം കീഴ് 3. ക്രിസ്റ്റി അതിമനോഹരമായി വിട്ടുവിട്ടിരിക്കുന്നുണ്ട്. അതിമനോഹരമായി ഉയർത്തിയടിച്ചുകൊണ്ട് ക്രിസ്റ്റിയുടെ അവസരം നഷ്ടമാക്കിയിരിക്കുന്നു. അതിമനോഹരമായൊരു ഉയർത്തിയടി. നമ്മുടെ ഈ കൊടും ചൂടിനെ തണുപ്പിക്കുവാൻ വേണ്ടി നമുക്കുള്ള വെള്ളങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിഫ അൽ ജസീറ, മൈന അക്വാകൂൾ. അവരോടുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിതിനാണ് വിട്ടുവാൻ വേണ്ടി കടന്നു വരുന്നത്. എണ്ണം കീഴ് 3. അവരുടെ അവസാന വരയിലെ 4ാമത് കളിക്കാരൻ വിട്ടുവാൻ വേണ്ടി കടന്നു വരുന്നു. നിതിൻ എണ്ണം കീഴ് 3. നിതിനാണ് വെട്ടുന്നത്. എണ്ണം കീഴ് 3. എണ്ണം കീഴ് 3. നിതിനാണ് വെട്ടുന്നത്. എണ്ണം കീഴ് 3. മികച്ച കൈവെട്ടുകാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന മോണാർ ടെക്നിക്കൽ. അതിമനോഹരമായി നിധി വിട്ടുവിട്ടുമെന്ന് മിഥുൻ നേരിട്ടെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ. അതൊരു ഫൗളായിരിക്കുന്നതിനാൽ തന്റെ ടീമിനെ ഒരെണ്ണം കൂടെ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം ഇണ്ടൻ 1 ഇട്ടടി 1. ഈ മത്സര പരമ്പര നടക്കുന്ന ഗ്രൗണ്ടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന എയർ അറേബ്യ അനീഷിനോടുള്ള നന്ദി BKNBF-ന് വേണ്ടി രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. നിതിനാണ് വെട്ടുന്ന. എണ്ണം ഇണ്ടൻ 1 ഇട്ടടി 1. അതിമനോഹരമായി അടിച്ചുവിട്ട പന്ത് ഫൗളായിരിക്കുന്നതിനാൽ നിതിൻ തന്റെ ടീമിന് ഒരെണ്ണം കൂടെ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം ഇണ്ടൻ 2. നിതിനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം ഇണ്ടൻ 2. മികച്ച കളിക്കാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് NC ജയ്മോൻ. അവരുടെ അവസാന വരയിലെ 4ാമത്തെ കളിക്കാരൻ നിതിനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം ഇണ്ടൻ 2 ഇട്ടടി 2. അത്യന്തം വാശിയേറിയ മൂന്നാമത് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായി അടിച്ചുവിട്ട പന്ത് നിതിൻ നേരിട്ടിരിക്കുന്ന പന്ത് ആനന്ദോ നേരിട്ടിരിക്കുന്നെങ്കിലും ഫൗളായിരിക്കുന്നതിനാൽ നിതിന്റെ അവസരവും നഷ്ടമായിരിക്കുന്നു. ഈ ടൂർണമെന്റിലെ മികച്ച കൈവെട്ടുകാരനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോണാർ ടെക്നിക്കൽ. മികച്ച കാലടികാരന് ആർട്ടിസൺ മ്യൂസിക് അക്കാദമി. മികച്ച പിടുത്തക്കാരന് സാബു ഫിലിപ്പ് ജോർജ്. മികച്ച കളിക്കാരന് NC ജയ്മോൻ. ഈ ടൂർണമെന്റിൽ നമ്മുടെ വെൽവിഷേഴ്സായി സ്പോൺസർ ചെയ്തിരിക്കുന്ന ടിയോ ഓട്ടോ സർവീസ്. ആ സ്പോൺസർഷിപ്പിന് മുന്നേറ്റം വഹിച്ച ബിജു കൂരോപ്പട. എന്തിനും ഏതിനും ബിജു കൂരോപ്പടകളിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. KNBA ബെഹ്റിൻ ടീമിന്റെ അവസാന വരയിലെ 5ാമത് കളിക്കാരൻ അനന്തുവാണ് വെട്ടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. എണ്ണം ഇണ്ടൻ 2 ഇട്ടടി 2. അനന്തുവാണ് വെട്ടുന്നത്. എണ്ണം ഇണ്ടൻ 2 ഇട്ടടി 2.
അനന്ത് വെട്ടുന്നു. എണ്ണം ഇണ്ടൻ 2 ഇട്ടൊരു 2. അതിമനോഹരമായി അടിച്ചുവിട്ടിരുന്ന പന്ത് സൂരജ് നേരിട്ടിരിക്കുന്ന പന്ത് വിനു നേരിട്ട പന്ത് അതിമനോഹരമായി സൂരജ് തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. അതിമനോഹരമായി ഉയർത്തി വിട്ടിയ പന്ത് നിർഭാഗ്യം എന്ന് പറയട്ടെ ഔട്ട് പോയിരിക്കുന്നതിനാൽ തന്റെ ടീമിന് ഒരു റണ്ണ് കൂടെ അനന്തു നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം ഇന്ത്യൻ 3 ഇട്ടൊരു 3. ആദ്യ ചക്കര KNBA ഖത്തറിന് സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതും എന്റെ എണ്ണത്തിലൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവാണ് വിട്ടുകൊണ്ടിരിക്കുന്ന. എണ്ണം ഇന്ത്യൻ 3 ഇട്ടടി 3. 2 വരെ പൂർത്തിയാക്കിയ KNBA ഖത്തർ ടീമിന്റെ എണ്ണം പിടിയൻ 3. അവസാന വരയിലെ 5ാമത് കളിക്കാരൻ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എണ്ണം ഇന്ത്യൻ 3 ഇട്ടടി 3. അനന്തുവാണ് വിട്ടുകൊണ്ടിരിക്കുന്ന. എണ്ണം ഇന്ത്യൻ 3. അതിമനോഹരമായി അനന്ത് വിട്ടുവിട്ടിരിക്കുന്ന പന്ത് മിഥുൻ നേരിട്ടിരിക്കുന്ന പന്ത് വിനു നേരിട്ടിരിക്കുന്ന നിർഭാഗ്യം എന്ന് പറയട്ടെ ഫൗളായിരിക്കുന്നതിനാൽ അനന്തിന്റെ അവസരവും നഷ്ടമായിരിക്കുന്നു. അവസാന വരയിലെ 6ാമത് കളിക്കാരൻ KNBA ബെഹറിന് വേണ്ടി വെട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം ഇന്ത്യൻ 3. ആദ്യ ചക്കര KNBA ഖത്തറിന് സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് KNBA ബെഹറിന്റെ സനുവാണ് വെട്ടുവാൻ വേണ്ടി കടന്നു വരുന്നത്. എണ്ണം കീഴ് 3. സനു വെട്ടുന്നു. ഇന്ത്യൻ 3. സനു വെട്ടുന്നു. എണ്ണം ഇന്ത്യൻ 3 ഇട്ടടി 3. വാശിയേറിയ മത്സരമാണ് ഈ സിഞ്ച് മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായി സനു അടിച്ചുവിട്ടിരുന്ന പന്ത് പിടുത്തക്കാരൻ പിടിച്ചിരിക്കുന്നതിനാൽ സനുവിന്റെ അവസരവും നഷ്ടമായിരിക്കുന്നു. അവരുടെ അവസാന വരയിലെ അവസാന കളിക്കാരൻ വെട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം ഇന്ത്യൻ 3. അവസാന വരയിലെ അവസാന കളിക്കാരൻ വിനു, അവരുടെ ക്യാപ്റ്റൻ കൂടിയായ വിനു വെട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം ഇന്ത്യൻ 3 ഇട്ടടി 3. ഇന്ത്യൻ 3 ഇട്ടടി 3. അത്യന്തം വാശിയേറിയ ഒരു മത്സരത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യ ചക്കര KNBA ഖത്തർ ടീമിന് സമ്മാനിക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് KNBA ബെഹ്റിൻ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ വിനുവാണ് വെട്ടുന്നത്. എണ്ണം ഇന്ത്യൻ 3 ഇട്ടടി 3. എന്തു വന്നാലും KNBA ബെഹ്റിൻ ടീമിന് ചക്കര തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂരജും മിഥുൻ അതിമനോഹരമായി മിഥുൻ അടിച്ചുവിട്ടിരിക്കുന്ന പന്ത് രൂപേഷ് നേരിട്ടിരിക്കുന്ന പന്ത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഔട്ടിലേക്ക് പോയിരിക്കുന്നതിനാൽ KNBA ബെഹ്റിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. അതൊക്കെ വരും. ആരുടെയും വയറ് കരിയുന്ന ഫയർ ആൻഡ് സേഫ്റ്റി കൈകാര്യം ചെയ്യുന്ന അനീഷ് മാത്യു എത്രയും പെട്ടെന്ന് പവനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇലക്ട്രിക്കൽ ഫയർ ആൻഡ് സേഫ്റ്റി കൈകാര്യം ചെയ്യുന്ന അനീഷ് മാത്യു എത്രയും പെട്ടെന്ന് പവനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ പരിച്ഛേദം ബെഹ്റിനിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ബെഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ അണിയിച്ചൊരുക്കുന്ന പ്രഥമ GCC നാടൻപന്ത് കളി ടൂർണമെന്റിന്റെ 3ാം മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BKNBFന്റെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൊടും ചൂടിനെ പോലും വകവയ്ക്കാതെ ആൾക്കാർക്ക് ആശ്വാസമായി ശീതള പാനീയങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്ന BKNBFന്റെ സെക്രട്ടറി നിഖിലിനുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും വാഹന സൗകര്യം, യാത്രാ സൗകര്യം, താമസ സൗകര്യം, ഭക്ഷണ ക്രമീകരണങ്ങൾ, മൊബൈൽ ചാർജിംഗ്, മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻസ്, എന്തിനും ഏതിനും സമീപിക്കുക ബിജു കൂരോപ്പട, നമ്മുടെ സ്വന്തം ബിജു കൂരോപ്പട.
അവസാന വരയിലെ ദേവിയത് ആ കളിക്കളത്തിന്റെ ബാക്കി നിൽക്കുന്ന കാണികൾ ദേവിയത് കുറച്ച് പുറകിലേക്ക് മാറിത്തന്ന് കളിക്കാർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കി തരരുതേ എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. അവസാന വരയിലെ ആദ്യ കളിക്കാരൻ സബിനാണ് KNBA ഖത്തർ ടീമിന് വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണം പിടിയം 3 സബിനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണം പിടിയം 3. അതിമനോഹരമായി സബിൻ വിട്ടുവിട്ടിരിക്കുന്നത് വിനു നേരിട്ടിരിക്കുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ ഫൗൾ ആയിരിക്കുന്നതിനാൽ സബിൻ തന്റെ ടീമിൽ ഒരു എണ്ണം കൊണ്ട് നേടിക്കൊണ്ടിരിക്കുന്ന എണ്ണം താളം 1. 3 വരെ പൂർത്തിയാക്കിയ KNBA ബഹ്റിൻ ടീമിന്റെ എണ്ണം ഇണ്ടൻ 3. അവസാന വരയിലെ ആദ്യ കളിക്കാരൻ വെട്ടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ KNBA ഖത്തർ ടീമിന്റെ എണ്ണം താളം 1. സബിനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് എണ്ണം താളം 1. ചെസ് നമ്പർ 13 KNBA ഖത്തർ ടീമിന്റെ മികച്ചപ്പെടുത്തക്കാരനായിരിക്കുന്ന സബിനാണ് വെട്ടുന്നത് എണ്ണം താളം 1. അതിമനോഹരമായി സബിൻ വെട്ടിവിട്ടിരിക്കുന്ന പന്ത് വിനു നേരിട്ടിരിക്കുന്ന പന്ത് രൂപേഷ്. അതിമനോഹരമായി മിഥുൻ ആ പന്ത് പിടിച്ചിട്ടിരിക്കുന്നു. അതിമനോഹരമായി തന്റെ ടീമിന് ഒരെണ്ണം കൂടെ നേടിക്കൊടുക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മിഥുൻ അതിമനോഹരമായി ഉയർത്തിവിട്ടിക്കൊണ്ട് തന്റെ ടീമിന് ഒരെണ്ണം കൂടെ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം താളം 2. അവരുടെ അവസാന വരയിലെ ആദ്യ കളിക്കാരൻ അവരുടെ മികച്ച പിടുത്തക്കാരൻ കൂടിയായ ചെസ് നമ്പർ 13 സബിനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. KNBA ഖത്തർ ടീമിന്റെ മികച്ച പിടുത്തക്കാരൻ കൂടിയായ സബിൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. എണ്ണം താളം 2. നാട്ടിലെ മൈതാനങ്ങളിൽ ആലമ്പള്ളി ടീമിന്റെ മികച്ച പിടുത്തക്കാരൻ കൂടിയായിരുന്ന സബിൻ തന്റെ ജോലിയുടെ ആവശ്യങ്ങളുമായി മണലാരണ്യങ്ങളിൽ കടന്നു വന്നപ്പോഴും താൻ കുഞ്ഞിലെ തൊട്ട് സ്നേഹിച്ച പന്തുകളിയെ മറക്കാതെ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് സബിൻ വെട്ടുന്നു. എണ്ണം താളം. അതിമനോഹരമായി സബിൻ മിഥുൻ നേരിട്ടെങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ ഔട്ടിലേക്ക് പോയി. ആദ്യ കളിക്കാരന്റെ അവസരം നഷ്ടമായപ്പോൾ KNBA ഖത്തർ ടീമിന്റെ എണ്ണം താളം 2. 3 വരെ പൂർത്തീകരിച്ച KNBA ബഹ്റിൻ ടീമിന്റെ എണ്ണം ഇട്ടടി 3 ഇണ്ടം 3. അവരുടെ രണ്ടാമത് കളിക്കാരൻ വിട്ടുവാൻ വേണ്ടി കടന്നു വരുന്നു. KNBA ഖത്തർ ടീമിന്റെ മികച്ച പിടുത്തക്കാരൻ കൂടിയായ വിനുവാണ് വിട്ടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. എണ്ണം താളം 2. വിനു വെട്ടുന്നു. എണ്ണം താളം 2. തന്റെ ടീമിന് എണ്ണങ്ങൾ നേടിക്കൊടുക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് KNBA ഖത്തർ ടീമിന്റെ മികച്ച കളിക്കാരൻ കൂടിയായ വിനു വെട്ടുന്നു. എണ്ണം താളം 2. എണ്ണം താളം 2. വിനുവാണ് വെട്ടുന്നത്. എണ്ണം താളം 2. അതിമനോഹരമായി വിട്ടിരിക്കുന്ന വൃത്തക്കാരനെ മറിച്ചുകൊണ്ട് തന്റെ ടീമിന് ഒരു എണ്ണം കൂടെ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം താളം 3. പിടുത്തക്കാരനെ മറിച്ചുകൊണ്ട് KNBA ടീമിന്റെ പിടുത്തക്കാരനെ മറിച്ചുകൊണ്ട് KNBA ഖത്തറിന് വേണ്ടി വിനു വിട്ടുന്നു. എണ്ണം താളം 3. അവരുടെ അവസാന വരയിലെ രണ്ടാമത് കളിക്കാരൻ വിട്ടുന്നു. താളം 3. അതിമനോഹരമായി വിട്ടുവിട്ടിരിക്കുന്നുണ്ട് വിനു നേരിട്ടിരിക്കുന്നുണ്ട്. കളിക്കാരൻ ഫോളോ ആയിരിക്കുന്നതിനാൽ വിനുവിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. അവരുടെ രണ്ടാമത് വരയിലെ അവസാന വരയിലെ മൂന്നാമത് കളിക്കാരൻ വിട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ എണ്ണം താളം 3. എണ്ണം താളം 3. അവസാന വരയിലെ മൂന്നാമത് കളിക്കാരൻ രോഹിത്താണ് വിട്ടുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. എണ്ണം താളം 3. അതിമനോഹരമായി രോഹിത് വെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിനു നേരിട്ടെങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ അത് ഫൗളായിരിക്കുന്നതിനാൽ രോഹിത് തന്റെ ടീമിൽ ഒരു എണ്ണം കൂടെ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം കീഴൊന്ന്.
എണ്ണം കീഴൊന്ന്. രോഹിത്താണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. KNB ഖത്തറിന് വേണ്ടി അവസാന വരയിലെ മൂന്നാമത് കളിക്കാരൻ രോഹിത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നു. എണ്ണം കീഴൊന്ന്. അതിമനോഹരമായ രോഹിത്ത് വെട്ടിവിട്ടിരിക്കുന്ന പന്ത് നിർഭാഗ്യമെന്ന് പറയട്ടെ, ഔട്ടിലേക്ക് പോയിരിക്കുന്നതിനാൽ രോഹിത്തിന്റെ അവസരവും നഷ്ടമായിരിക്കുന്നു. അവരുടെ അവസാന വരയിലേക്ക് നാലാമത് കളിക്കാരൻ വിട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ KNB ഖത്തർ ടീമിന്റെ എണ്ണം കീഴ് 1. അത്യന്തം വാശിയേറിയ മൂന്നാം മത്സരമാണ് അൽ-അലി ക്ലബിലെ സെഞ്ച് മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം കീഴൊന്ന്. ഖത്തർ ടീമിന് വേണ്ടി അവരുടെ നാലാമത് കളിക്കാരൻ പ്രവി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എണ്ണം കീഴൊന്ന്. എണ്ണം കീഴൊന്ന്. അതിമനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്ത് രൂപേഷ് നേരിട്ടിരിക്കുന്ന പന്ത് സൂരജ് അതിമനോഹരമായി ഉയർത്തിയടിച്ച പന്ത് നിതിന്റെ കൈകളിൽ. നിതിൻ KNB ടീമിന്റെ മികച്ച പൊക്കിവെട്ടുകാരൻ കൂടിയായ നിതിൻ അതിമനോഹരമായി ഉയർത്തിവെട്ടി കളിക്കാരന്റെ അവസരം നഷ്ടമാക്കിയിരിക്കുന്നു. KNB ഖത്തർ ടീമിന്റെ അവസാന വരയിലെ അഞ്ചാമത് കളിക്കാരൻ അവരുടെ ക്യാപ്റ്റൻ കൂടിയായ സൂരജാണ് പന്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം കീഴ് 1. സൂരജാണ് വെട്ടുന്നത്. എണ്ണം കീഴ് 1. അതിമനോഹരമായി സൂരജ് വെട്ടിവിട്ടിരിക്കുന്ന പന്ത് രൂപേഷ് നേരിട്ടിരിക്കുന്നത് സൂരജ് നേരിട്ടെങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് ഫൗൾ ആയിരിക്കുന്നതിനാൽ സൂരജിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. അവസാന വരയിലെ ആറാമത് കളിക്കാരൻ ബോബനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് KNB ഖത്തർ ടീമിന് വേണ്ടി. എണ്ണം കീഴൊന്ന്. അതിമനോഹരമായി ബോബൻ വെട്ടിവിട്ടിരിക്കുന്നത് വിനു വെട്ടിവന്ന സൂരജ് അതിമനോഹരമായി ഉയർത്തിയടിച്ചെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, ഔട്ടിലേക്ക് പോയിരിക്കുന്നതിനാൽ ബോബിന്റെ അവസരം നഷ്ടമായിരിക്കുന്നു. അവസാന വരയിലെ അവസാന കളിക്കാരൻ ഖത്തർ ടീമിന് വേണ്ടി വെട്ടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ മികച്ച കാലടികാരും കൂടിയായ ഇതും വെട്ടുവാൻ വേണ്ടി കടന്നു വരുന്നു. എണ്ണം കീഴ് 1. അവസാന വരയിലെ അവസാന കളിക്കാരൻ അവസാന വരയിലെ അവസാന കളിക്കാരൻ മിഥുനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം കീഴ് 1. അതിമനോഹരമായി മിഥുൻ വെട്ടിവിട്ടിരിക്കുന്നുണ്ട്. രൂപേഷ് നേരിട്ടെങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ, ഫൗളായിരിക്കുന്നതിനാൽ മിഥുൻ തന്റെ ടീമിന്റെ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം കീഴ് 2. അത്യന്തം വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന വരയിലെ അവസാന കളിക്കാരൻ KNB ഖത്തർ ടീമിന് വേണ്ടി മിഥുനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണം കീഴ് 2. മിഥുനാണ് വെട്ടുന്നത്. എണ്ണം കീഴ് 2. മിഥുൻ വെട്ടുന്നു. എണ്ണം കീഴ് 2. അതിമനോഹരമായി മിഥുൻ വെട്ടിവിട്ടിരിക്കുന്നത് രൂപേഷ് ഉയർത്തിയടിച്ചെങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ, ഔട്ടിലേക്ക് പോയിരിക്കുന്നതിനാൽ മിഥുൻ തന്റെ ടീമിന് 2 ഗോൾ നേടിക്കൊടുത്തിരിക്കുന്നു. എണ്ണം കീഴ് 3. അവസാന വരയിലെ അവസാന കളിക്കാരനായി മിഥുൻ KNB ഖത്തർ ടീമിന് വേണ്ടി മിഥുൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എണ്ണം കീഴ് 3 വരെ പൂർത്തിയാക്കിയ KNB ബഹ്റൈൻ ടീമിന്റെ എണ്ണം 3. മൂന്നാമത് വരയിലെ അവസാന കളിക്കാരൻ ഖത്തർ ടീമിന്റെ മികച്ച കാലെടുകാരൻ കൂടിയായ മിഥുൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. എണ്ണം കീഴ് 3. മിഥുൻ വെട്ടുന്നു. എണ്ണം കീഴ് 3. അതിമനോഹരമായി മിഥുൻ വെട്ടിവിട്ടിരിക്കുന്ന പന്ത് ക്രിസ്റ്റി പിടിച്ചിരിക്കുന്നതിനാൽ
മൂന്നാമത്തെ ഈ മത്സരത്തിൽ KNBA ബഹ്റിൻ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ പവനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. BKNBFന്റെ പൈവിടോത്സവം നാടൻ പന്തുകളി മത്സരത്തിലെ പങ്കെടുക്കുന്ന എല്ലാ ടീമിന്റെയും ക്യാപ്റ്റന്മാർ ദയവ് ചെയ്ത് പവനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ടീമിന്റെയും ക്യാപ്റ്റന്മാർ ദയവ് ചെയ്ത് പവനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് ഖത്തർ ടീമിന്റെയും കുവൈറ്റ് ടീമിന്റെയും UAE ടീമിന്റെയും ക്യാപ്റ്റന്മാർ KNBA ബഹ്റിന്റെയും ക്യാപ്റ്റന്മാർ എത്രയും പെട്ടെന്ന് പവനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് KNBA ഖത്തറിന്റെയും KNBA ബഹ്റിന്റെയും കുവൈറ്റ് ടീമിന്റെയും UAEയുടെയും ക്യാപ്റ്റന്മാരോ പ്രതിനിധികളോ ദയവ് ചെയ്ത് പവനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ തുടർ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കറക്റ്റ് 3 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. നമ്മളുടെ മത്സരത്തിന്റെ ബാക്കി മത്സരങ്ങൾ ഉച്ചകഴിഞ്ഞ് കൃത്യം 3 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് നമ്മളുടെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ KNBA ഖത്തറും BKNBF കൈരളിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതായിരിക്കും. ആ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കുവൈറ്റ് ടീമിനെ ഏറ്റുമുട്ടുന്നതായിരിക്കും. ദയവ് ചെയ്ത് ഇവിടെ കൂടിയിരിക്കുന്ന കാണികളും കളിക്കാരും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. കൃത്യം ഉച്ചയ്ക്ക് 12 മണിക്ക് ഭക്ഷണം എത്തിച്ചേരുന്നതായിരിക്കും. ഉച്ചഭക്ഷണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാമെന്ന് ഓർപ്പിക്കുന്നു. ദയവ് ചെയ്ത്